ഹലോ നമസ്കാരം. ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ സുധി ദിവസം പാൻറ്റും ഷർട്ടും ഒക്കെ ഇന്നലെ ടിക്ടോക്കിൽ പോയിട്ട് പാർക്ക് കടന്നുറങ്ങുന്നത് നമ്മളുടെ സച്ചി കണ്ടുപിടിക്കുന്നതാണ്. സച്ചി എന്തിനോ വേണ്ടിയിട്ട് പോകുന്നതാണ് തോന്നുന്നു പാർക്കിൽ. ആ പാർക്കിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ പിന്നെ സച്ചിയല്ല സുധി അല്ല സോറി സുധിയുടെ ഒരു ഫ്രണ്ടും ഉണ്ടല്ലോ, പാർക്ക് ഫ്രണ്ട്. അവനും കൂടെ നിന്നിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആനന്ദിച്ച് ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ട് ചെല്ലുന്നത്. സച്ചി ആദ്യം ഒന്ന് ഞെട്ടും, ഇതെന്താ ഇവൻ ഇവിടെ എന്നുള്ളതിൽ. അത് കഴിഞ്ഞിട്ട് ഇവനെ കയ്യോടെ പിടിക്കണം. അപ്പോൾ പണിയുടെ കാര്യമൊക്കെ സംസാരിക്കേണ്ടത് തോന്നുന്നു. അതിൽ എന്ത് ചെയ്യും, സച്ചി മെല്ലെ മാറി നിന്നിട്ട് ഇവനെ വീഡിയോ എടുക്കുന്നതാണ്. അത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങണു, കൂർക്കം വലിച്ച് ഉറങ്ങണു, അതൊക്കെ എല്ലാം വീഡിയോ എടുത്ത് പിന്നെ അതുകൊണ്ട് വീട്ടിൽ വരികയാണ് ഫുള്ളെടുത്ത്. എന്തായാലും സച്ചിക്കും സുധിക്കും ശ്രുതിക്കും ചന്ദ്രയ്ക്കും കൊടുത്ത നല്ല അടിപൊളി ഒരു അടിയാണ് അത്. കാരണം എന്താ വെച്ചാൽ കുറച്ചൊന്നല്ല രേവതിയിലിട്ട് അവർ കരയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു തിരിച്ചടിയും കൂടിയാണ് കൊടുക്കുന്നത് നമ്മുടെ പിന്നെ സച്ചി. എന്തായാലും കൺഫ്യൂഷനാവണേ. അപ്പോൾ അങ്ങനെ എന്തായാലും ഫുൾ വീഡിയോ എടുത്ത് അവൻ്റെ കൂർക്കം വലി പോലും വീഡിയോ എടുത്ത് കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയി അച്ഛനെ കൊണ്ട് കാണിക്കുക. അച്ഛ അമ്മയെ വരൂ, എല്ലാവരും വരും എന്ന് പറഞ്ഞു. ഇവിടുന്ന് പോണത് എങ്ങോട്ടാണ് അവൻ രാവിലെ ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ എവിടേക്കാണ് പോണതെന്നറിയോ? പാർക്ക് പോയിരിക്കുകയാണ്. പാർക്ക് പോയിട്ട് അവൻ പിന്നെ എന്താണ് അവിടെയാണ് അവൻ്റെ ഓഫീസ് എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ അതിൽ വർഷ ഉണ്ടാവും, ശ്രീകാന്തും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ആളും അന്തം വിട്ട് നിൽക്കണം എല്ലാവരും. എന്താണ് ഇവൻ ഈ പറയേണ്ടത് പറയുമ്പോൾ, ഇതാ സിനിമയുടെ ക്ലൈമാക്സ്, ഇത് കണ്ടോ കൂർക്കം വലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കൂടെ എടുത്ത് എല്ലാവർക്കും എല്ലാ വീഡിയോയും ഒക്കെ ഇവൻ കടന്നുറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും കളിക്കുന്നതും അവിടെ ഇരുന്ന് പാട്ട് പാടുന്നതും എല്ലാം ഇവൻ കാണുന്നുണ്ട്. എല്ലാം വീഡിയോ എടുത്ത് കൊടുന്ന് എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണേ. അതിൽ പിന്നെ ശ്രുതി ഇങ്ങനെ അടി കൊണ്ട പോലെ നിൽക്കുകയാണ്. ശ്രുതി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്താണ് ഇത്ര ചിരി ഹട്ടാസം വെച്ചിട്ട് ശ്രുതി ഓടി വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ പിന്നെ ശശിയുടെ പ്രകടനം. അതിൽ അങ്ങനെ ചന്ദ്ര സമാധാനിപ്പിക്കാൻ. ചന്ദ്രയ്ക്ക് എല്ലാം അറിയാം, അവൻ പണിക്കല്ല പോകുന്നത്, അവൻ വെറുതെ അവിടെ പോയിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ് എന്നുള്ളതൊക്കെ ചന്ദ്രയ്ക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം ഈ ലൈവായിട്ട് അല്ലെങ്കിൽ പറഞ്ഞാൽ നോണ പറഞ്ഞാൽ അവൻ തടി തപ്പും, സച്ചിനെ കുറേ കുറ്റം പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സച്ചി ഈ വീഡിയോ ഒക്കെ എടുത്ത് കൊടുന്ന് എല്ലാവരെയും കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് അടി കൊണ്ട പോലെ നിൽക്കുക. അവളും ഏതാണ്ട് കളത്രങ്ങളാണ് മുഴുവൻ കാണിച്ചു കൂട്ടുന്നത്. അപ്പോഴേക്കും അത് കഴിഞ്ഞ് ഇപ്പം വരികയാണ്. ശ്രുതി ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. വരുന്ന വഴിക്ക് സച്ചിയുടെ വണ്ടി ഉണ്ടാവും. അപ്പോൾ വന്നപ്പോൾ തന്നെ സച്ചിക്ക് ഇട്ടിട്ട് കൊടുക്കുകയാണ്. വരുന്ന വഴിക്ക് ആ കട ഭയങ്കര ഡിസ്റ്റർബാണ്. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ആ കട ഭയങ്കര ഡിസ്റ്റർബാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഒരു ഐശ്വര്യക്കാടാണ് അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എല്ലാവരും ഇവനെ നോക്കുകയാണ്, എല്ലാവരും കൂടെ. അതിൽ എല്ലുമ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് രവി ചോദിക്കുന്നത്, നീ എവിടേക്കാണ് പോണത് എന്ന്. അപ്പോഴാണ് മനസ്സിലായത്, എല്ലാം പൊളിച്ചിടക്കി സച്ചി എന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നതാണ് കടന്നുറങ്ങുന്നതും അവൻ്റെ ആഘോഷങ്ങളും. വേറൊരാളെ കൂടെ ഉണ്ടല്ലോ, അയാളുടെ കൂടെയൊക്കെയുള്ള ആഘോഷങ്ങളും ഒക്കെ കൂടെ കാണിച്ച്. അപ്പോൾ ശ്രുതിയെ മാക്സിമം വെച്ചു. കാരണം ശ്രുതി ഒരുപാട് ഇട്ടിട്ട് ഇവനെ ടോർച്ച് ചെയ്ത് രേവതിക്ക് ഇട്ടിട്ട് കൊണ്ടുണ്ട് നമ്മുടെ കൂടെ കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ അടുത്തത് ശ്രുതിയുടെ കള്ളത്തരങ്ങളാണ്. ശ്രുതിയുടെ കള്ളത്തരങ്ങളും കൂടെ പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അടിപൊളിയായി ചെമ്പനീർ പൂ. അതും അധികം വൈകാതെ കിട്ടും. എന്താണെന്ന് വെച്ചാൽ കാരണം വർഷയ്ക്കും ശ്രീകാന്തിനും പ്രശ്നങ്ങളൊന്നുമില്ല, അവർ സ്നേഹിച്ചു കല്യാണം കഴിച്ചു, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ വെറും കള്ളത്തരത്തിൻ്റെ രാജാക്കന്മാരാണ്. രാജാവും രാജ്ഞിയാണ് ശ്രുതിയും സച്ചി, ശ്രുതിയും സുധി രണ്ടാളും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കുന്നുണ്ട്. അതാണ് രസം. മലേഷ്യയിലെ അച്ഛൻ, ഹോങ്കോങ്ങിലെ അമ്മാവൻ, തേങ്ങ കൊല, എന്തൊക്കെയാണ് അവൾ വിളിച്ച് പറഞ്ഞത് എന്നറിയാമോ? അതും പതുക്കെ നമ്മളെ സച്ചി പൊളിച്ചടക്കും. എന്തായാലും നല്ലൊരു എപ്പിസോഡ് വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ കാണാം. നമ്മളെല്ലാവരും പ്രതീക്ഷ എന്നാണ് ഇതിപ്പോൾ ഒന്ന് പൊളിയാന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും ആലോചിച്ചിരുന്നു. എന്തായാലും അധികം നീട്ടാണ്ട് അത് പൊളിയുന്നുണ്ട്. ഈ ആഴ്ച തന്നെ മിക്കവാറും നമുക്ക് അത് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും ഇന്നത്തെ ഇതും എല്ലാവരും കണ്ടുമല്ലോ. നാളത്തെ പ്രൊമോയും നല്ല രസമുണ്ട്. എല്ലാവരും മിസ് ചെയ്യേണ്ട കാണാം. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി, അതുപോലെ നിങ്ങളുടെ ഷെയറും ലൈക്കും ഒക്കെ വേണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. അതുപോലെ
എന്താ പറയുക, ഞാൻ എൻ്റെ ഈ സീരിയലിൻ്റെ കഥകളല്ലാതെ വല്ല വീഡിയോസും ഞാൻ ഇടുന്നുണ്ട് എൻ്റെ ചാനലിൽ. നിങ്ങളത് മിസ് ചെയ്യാണ്ട് കാണണം. പിന്നെ അതിൽ നിങ്ങൾ കാരണം എന്താണ് ഒരു ജീവിക്കാനുള്ളൊരു പോരാട്ടമാണ് എൻ്റെ അനിയത്തിക്കുട്ടിയുടെയും. അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യരുത്, മിസ് ചെയ്യേണ്ട. കാരണം പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ഒരുപാട് 55 വയസ്സായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എൻ്റെ വീഡിയോസിൽ, ക്ഷമിക്കുക. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടും എനിക്ക് വേണം. കൈവെടിയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേരെ ഈ ആളുകൾ നിങ്ങളൊക്കെ ഒരുപാട് പേര് കരകയറ്റി കൊണ്ടുവന്നതല്ലേ, അതുപോലെ എന്നെ എൻ്റെ അനിയത്തിയും കരകയറ്റി കൊണ്ടുവരുന്ന